വെട്ടം നോക്കി. ഇവിടെ ആണോ? ഇവിടെ വെട്ടമില്ല. അവിടെ ഇവിടെ ബാക്കിൽ അവിടെ കിട്ടും. പ്രേതം കയറിയെന്ന് തോന്നുന്നു. അപ്പോഴേ നമ്മളിന്ന് എന്താ മുളകൊക്കെ വിളവെടുത്ത് വെച്ചിട്ടുണ്ടേ. നമ്മൾ നേരത്തെ മുളക് നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മൾ മുളക് വിളവെടുക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തത് ഇത്രയും ഒരു ഭാഗത്തെ മാത്രം മുളകാണ്. അതാണ്ട് അവിടെയും കുറച്ചുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഇനി എടുക്കണം. ഇത്രയും ഭാഗത്തെ മുളകാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സിറ എന്ന ഇനത്തിൽപ്പെട്ട മുളകാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ചൂട് സമയമായതുകൊണ്ടാണ് ഒരു ശകലം എന്താണ് നീളക്കുറവ് കാണിക്കുന്നത്. എല്ലാത്തിനും അത്ര നീളക്കുറവൊന്നും ഇല്ലെന്ന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതുണ്ടോ നിറയെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. നിറച്ച് നമുക്ക് മുളക് പിടിക്കും. ഇങ്ങനെ ചൂല് പോലെ അങ്ങ് പിടിക്കും. പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ പിച്ചെടുക്കാം നമുക്ക്. കണ്ടോ ഇനിയിപ്പോൾ ചൂട് സമയത്ത് വരുന്ന ഏതാണ്ട് ഈ വെള്ളീച്ചയുടെ ശല്യം കണ്ടോ. അപ്പം നമുക്ക് ഈ വെള്ളീച്ചയ്ക്ക് ഇപ്പം നമുക്ക് ജൈവമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓസിട്ട് രാവിലെയും വൈകിട്ടും നല്ലതായിട്ട് ചീറ്റിച്ച് വെള്ളം അടിക്കാൻ ഈ ഇലയുടെ അടിയിലും ഒക്കെ ആയിട്ട് നമുക്ക് ചീറ്റിച്ച് വെള്ളം അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമേ. പിന്നെ നമ്മൾ വേപ്പധിഷ്ഠിത കീടനാശിനി ഏതെങ്കിലുമൊക്കെ ആഴ്ചയിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ മുളകിൻ്റെ കുരുടിപ്പിന് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മളെടുത്തിട്ടേ അതിനകത്ത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് 1 ഗ്ലാസ് ഗോമൂത്രം ചേർത്ത് 10 ഗ്ലാസ് വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറേയൊക്കെ നമുക്ക് മുരടിപ്പ് മാറി കിട്ടുന്നുണ്ട്. അതുണ്ടോ അതിനകത്തെല്ലാം ഇങ്ങനെ നിറച്ച് മുളക് പിടിക്കുന്നുണ്ട്. ഇതിങ്ങനെ കുറേ നാൾ നിന്നങ്ങ് കായ്ച്ചോളും. അതാണ് ഈ മുളകിൻ്റെ. നമ്മൾ ഈ ഉണക്ക സമയത്ത് അധികമായിട്ട് മുളക് ഇടത്തില്ല. കാരണം കണ്ടില്ലേ മൊത്തം മുളകൊന്നും അത്ര ശരിയായിട്ട് വരത്തില്ല. കുറേയൊക്കെ അങ്ങ് ഉരുകിപ്പോവും. കുറേ വാട്ടർ രോഗമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കേട്ടോ വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ മഞ്ഞളിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ ഇച്ചിരി കഞ്ഞിവെള്ളവും ഗോമൂത്രവും കൂടെ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഉഷാറായി വന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് ചൂട് കൂടുമ്പോഴത്തേക്കും നമുക്ക് മുളകിൻ്റെ വലിപ്പം അല്പം കുറയാറുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ഇടവിളയായിട്ട് കുറച്ച് ചീരയും കൂടെ നട്ടു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ചീരക്കകത്ത് കണ്ടോ ഒരെണ്ണം നല്ല കളർ നിൽക്കുന്നത് ബീറ്റ്റൂട്ട് ചീരയാണ് നിൽക്കുന്നത്. എന്നാൽ നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമുക്ക് മുളക് കിട്ടിയിട്ടുള്ളൂ. നല്ല എരിവാണ് കേട്ടോ. നല്ല എരിവുള്ള മുളകാണ് ഇത്. നമുക്ക് തൈരൊക്കെ ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കാൻ വളരെ നല്ലതാണ്. തൈരൊക്കെ ഒഴിച്ച് നമുക്ക് പുഴുങ്ങി ഉപ്പിട്ട് തൈരും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് പുഴുങ്ങിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുളകില്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.